പ്രൈസ് ദി ലോർഡ്. ബി ഷീൽഡിൻ്റെ പ്രേക്ഷകരെ, അതിൻ്റെ കേൾവിക്കാരെ, അതിൻ്റെ അംഗങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ബി ഷീൽഡിൻ്റെ പ്രധാനമായ ഉദ്ദേശം മുറിവേറ്റ ഭടന്മാരെ ചികിത്സിക്കുക, മുറിവേറ്റ ഭടന്മാരെ ആശ്വസിപ്പിക്കുക എന്നതും മുറിവേറ്റ ഭടന്മാർ സൗഖ്യമായാൽ തിരികെ അവരെ കർത്താവിൻ്റെ വേലയിലേക്ക് പ്രചോദിപ്പിച്ചയക്കുക എന്നതുമാകയാൽ ഞങ്ങളെക്കൊണ്ട് കഴിയുന്നത് ചെയ്യുവാൻ ഒരു സമൂഹം തയ്യാറായതിനാൽ ഇങ്ങനെ മീഡിയയിലൂടെ പുറത്തു വരുവാനും ബി ഷീൽഡിലേക്ക് ആളുകളെ സ്വാഗതം ചെയ്ത് അതിൻ്റെ ആശയങ്ങൾ പറയുവാനും താല്പര്യപ്പെടുന്നു. ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒരു ഭാഗമായി ഒന്നിലധികം യുദ്ധങ്ങളിൽ പങ്കെടുക്കുവാൻ കൃപയാൽ കർത്താവ് ഇടയാക്കിയിട്ടുണ്ട്. ഡയറക്റ്റ് തോക്കെടുത്ത് വെടിവെക്കുന്ന യുദ്ധരംഗത്ത് നിൽക്കുന്ന ഒരു പടയാളിയായി ഞാൻ പോയിട്ടില്ല. എങ്കിലും യുദ്ധത്തിൽ അങ്ങേയറ്റം മറ്റുള്ളവരെ സഹായിക്കുവാൻ എനിക്ക് ദൈവം കൃപ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിലായിരുന്നു, പക്ഷേ ഇന്ത്യൻ ആർമിയിലുള്ളവർ യുദ്ധം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. നേരിട്ട് എൻ്റെ കണ്ണുകൊണ്ട് കാണുവാൻ കർത്താവ് ഇടയാക്കിയിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുള്ള ഒരു കഥ പറയുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. ഒരിക്കൽ ഒരു രാത്രിയിൽ ടോട്ടൽ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ആളുകൾ ഒരു മലയുടെ മുകളിലിരുന്ന് ശത്രുവിനെ വാച്ച് ചെയ്യുമ്പോൾ അവരുടെ സ്വന്തം ശരീരത്തിലുള്ള യൂണിഫോമുകളിൽ വെച്ചിരിക്കുന്ന ബ്രാസോ ചെയ്ത് മിനുക്കിയ ബട്ടണുകളും ബക്കിളുകളും, ബെൽറ്റിൻ്റെ ബക്കിളുകളും ഉടുപ്പിൻ്റെ ബട്ടണുകളും തൊപ്പിയിലുള്ളതായ ചിഹ്നങ്ങളും പോലും അത് തിളങ്ങാതെ വെളിയിൽ നിന്നൊരു ലൈറ്റിൻ്റെ ഒരു 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 പ്രതിഫലനം അതിൽ നിന്നുണ്ടാകാതെ അതൊക്കെ ഡൾ ഔട്ട് ചെയ്തുകൊണ്ട് അതൊന്നും തിളങ്ങാതെ വണ്ണം ആക്കിക്കൊണ്ട് അവർ യുദ്ധരംഗത്തിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു വെടി വന്നു. അപ്പോഴാണ് മനസ്സിലാകുന്നത് ആ കൂട്ടത്തിൽ ആരോ ഒരുത്തൻ ഒരു ബീഡി വലിച്ചതാണ്. ഒരുത്തൻ ബീഡി വലിച്ച കാരണത്താൽ ഒരല്പം തീയുണ്ടായി. ആ തീയ് ശത്രുവിനെ കാണാനിടയായി. ഞാൻ കേട്ട ചരിത്രമാണ്. ശത്രുവിനെ കാണാനിടയായി. അങ്ങനെ തീ കണ്ടതോടെ, ബീഡിയുടെ തീ കണ്ടതോടെ ആ സ്ഥലത്തേക്ക് വെടിയുണ്ട വന്നു. അദ്ദേഹം വെടിയേറ്റു മരിച്ചു. അദ്ദേഹത്തിൻ്റെ ബോഡിയും ബഹുമാന പുരസ്കരമാണ് സംസ്കരിച്ചത്, ഭാരത ഗവൺമെൻറ് എടുത്തത്. അദ്ദേഹത്തെ ബഹുമാനിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശവശരീരത്തിന് കൊടുക്കാവുന്ന പരമാവധി ബഹുമാന്യത കൊടുത്തു. വേണമെങ്കിൽ മറ്റുള്ളവർക്ക് അദ്ദേഹത്തെ പഴിചാരാമായിരുന്നു. ഇവൻ ബീഡി വലിച്ച കാരണത്താലാണ് ഞങ്ങൾക്കും കൂടെ വെടിയേറ്റത്. ഒരബദ്ധം സംഭവിച്ചു പോയി. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ശുദ്ധമായിരുന്നു. അദ്ദേഹത്തിനൊരു ഉന്മേഷത്തിന് വേണ്ടി ബീഡി വലിച്ച് പരിചയിച്ചു പോയതുകൊണ്ട് അന്നും ഒരു ബീഡി വലിച്ചു. നിയമത്തിന് വിരോധമാണത്. എങ്കിലും ആ ചെറിയ മിസ്റ്റേക്ക് തൻ്റെ മരണത്തിന് കാരണമാക്കിയെങ്കിലും അദ്ദേഹത്തെ ആരും കുറ്റം വിധിക്കാതെ ബഹുമതികളോടുകൂടെ തൻ്റെ ശവം അടക്കി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ശവം കൊണ്ടുപോയി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആത്മലോകത്തിൽ ശുശ്രൂഷിക്കുന്ന കൂട്ടത്തിൽ ഒരു തെറ്റായ പദം ഒരുവൻ്റെ വായിൽ നിന്ന് വന്നുപോയി എന്ന് വരാം. ഒരു വിശദീകരണത്തിൻ്റെ ഡീറ്റെയിൽസ് മറ്റുള്ളവരാഗ്രഹിച്ചതുപോലെ ആയിരുന്നില്ല എന്ന് വരാം. എന്നാൽ സതുദ്ദേശത്തോടുകൂടെ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണ് ചെയ്തതെങ്കിൽ ആ ബലഹീനത മനസ്സിലാക്കി അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുവാനും തനിക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കുവാനും ദൈവകരങ്ങളിൽ നമുക്ക് നമ്മെ സമർപ്പിക്കാം. പലരുടെയും വ്യക്തിജീവിതം ചെകഞ്ഞു മാന്തി അതിനകത്തുനിന്ന് അപാകതകൾ ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ചു കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുന്ന അനേകരുണ്ട്. ഞാനിവിടെ ഒരു വശം ഒന്ന് ഓർപ്പിക്കുവാനായി താല്പര്യപ്പെടുന്നു. എൻ്റെ കുഞ്ഞുങ്ങളിൽ ഒരുത്തന് ഏതാണ്ട് 10 വയസ്സുണ്ടായിരുന്ന സാഹചര്യത്തിൽ ഒരു സ്നേഹിതൻ ഞങ്ങളോട് പറഞ്ഞിരുന്നു, പാസ്റ്റർ, രാവിലെ എൻ്റെ ഓർമ്മയിൽ 8 മണിയാണ്. രാവിലെ 8 മണിക്ക് നമുക്കൊരിടത്ത് പോകണം. പാസ്റ്റർ വീട്ടിലോട്ട് വന്നാൽ അവിടുന്ന് നമുക്ക് എൻ്റെ വണ്ടിയിൽ പോകാം. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരെ നടന്നു. കാര്യം ഞാൻ താമസിക്കുന്ന വീട്ടിൽ നിന്ന് അടുക്കലായിരുന്നത്. എൻ്റെ മൂത്ത മകനും കൂടെ എൻ്റെ കൂടെ വരാൻ ആഗ്രഹിച്ചതുകൊണ്ട് 10 വയസ്സുകാരൻ എൻ്റെ കൂടെ വരാൻ തീരുമാനിച്ചു. ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞത്, എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്നൊന്ന് ബെല്ലടിച്ചാൽ ഞാൻ പെട്ടെന്ന് ഇറങ്ങി വരാം. പക്ഷേ അഥവാ ബെല്ലടിക്കുന്നത് ഞാൻ കേട്ടില്ലെങ്കിൽ, അദ്ദേഹം ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. തൻ്റെ ഭാര്യയും മക്കളും തൽക്കാലം സ്ഥലത്തില്ല. അങ്ങനെയാണെങ്കിൽ തൻ്റെ ഈ ഇടത്തുവശത്ത് കാണുന്ന വിൻഡോയിൽ ഒന്ന് മുട്ടിയാൽ ഞാൻ ആ മുറിയിലേ ഇരിക്കത്തുള്ളൂ. ബെല്ലടിക്കുന്നത് ചിലപ്പോഴാ മുറിക്കകത്തിരുന്ന് കേൾക്കത്തില്ല. അങ്ങനെ കേൾക്കാതെ വന്നാൽ അതിൻ്റെ ജനലിലൊന്ന് തട്ടിയാൽ
ഞാൻ പെട്ടെന്ന് ഇറങ്ങി വരാം എന്ന് പറഞ്ഞു. ഞങ്ങൾ ആ വീടിൻ്റെ മുമ്പിൽ ചെന്നു, ബെല്ലടിച്ചു. അദ്ദേഹം കേട്ടില്ല, ഇറങ്ങി വന്നുമില്ല. ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു, മോനെ കണ്ട വിൻഡോയിലൊന്ന് തട്ടിയേക്കാൻ പറഞ്ഞു. അവൻ ആ വിൻഡോയിൽ തട്ടിയ രംഗം എനിക്ക് നല്ല ഓർമ്മയാണ്. കാരണം അതിനകത്തൊരു ആഴമായ സത്യമുണ്ട്. അവൻ ആ വിൻഡോയിൽ ഒന്ന് നോക്ക് ചെയ്തു. ആ സമയത്ത് മെയിൻ റോഡിൽ നിന്ന ഒരു മാന്യനായ വ്യക്തി, എന്നെ നന്നായി അറിയുന്ന ആളാണ്, എൻ്റെ മോനെയും അറിയുന്ന ആളാണ്. അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് തൻ്റെ കൈ കൊണ്ടാണ്, നോ ഡോണ്ട് ഡു ദാറ്റ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് എന്ത് പറ്റിയെന്ന് ചോദിച്ചു, തിരിച്ചുകൊണ്ട് ചോദിച്ചു, സ്നേഹത്തിൽ ചോദിച്ചു, ഞങ്ങൾ പരിചയക്കാരാണ്. അദ്ദേഹം പറഞ്ഞു, ഒരിക്കലും ഒരു വീടിൻ്റെ ജനലിൽ തട്ടി വിളിക്കരുത്. എനിക്കും ഏറെക്കുറെ തത്വം അറിയാം. ഈ മനുഷ്യൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണെന്നും തൻ്റെ ഭാര്യയും മക്കളും തൽക്കാലം സ്ഥലത്തില്ലെന്നും മെയിൻ ഡോറിന് ബെല്ലടിക്കുമ്പോൾ അദ്ദേഹം കേട്ടില്ലെങ്കിൽ ഈ മുറിയിലായിരിക്കും, അതുകൊണ്ട് അവിടെ തട്ടണമെന്നും പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ തട്ടിയത്. പക്ഷേ ആ റോഡിൽ നിന്ന മനുഷ്യൻ ഒരു മഹാമാന്യനാണ്. അദ്ദേഹം പറഞ്ഞ വാചകം, ജനൽ തുറന്ന് അദ്ദേഹം എടുക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ ബെഡ്റൂമിൻ്റെ ജനലാണത്, കാണരുതാത്ത എന്തെങ്കിലും ഒന്ന് വെളിയിൽ നിന്ന് നിങ്ങൾ കണ്ടുപോയെങ്കിൽ അത് തെറ്റാണ്. ഒരിക്കലും ഒരുത്തൻ്റെ ജനലിൽ തട്ടി വിളിക്കരുത്, ബെഡ്റൂമിൻ്റെ ജനലിൽ തട്ടരുത്. 100% കറക്റ്റായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഇത് ലോകത്തിൻ്റെ മാന്യന്മാർക്ക് അറിയാമെങ്കിലും മനുഷ്യൻ പുറത്തു കാണിക്കാൻ ആഗ്രഹിക്കാത്ത രഹസ്യങ്ങളും മറ്റും ചെകഞ്ഞ് കണ്ടുപിടിക്കുന്ന നാണം കെട്ടവരുടെ ലോകമാണ് ഇന്നത്തെ ലോകം എന്ന് ലജ്ജയോടെ ഓർക്കുന്നു. ആ മാന്യത പോലും ദൈവദാസന്മാരോട് എതിർക്കുന്ന പലർക്കും ഇല്ല. അവർ സാധാരണ മര്യാദയ്ക്ക് താഴെയാണ്. ചെകഞ്ഞു പെറുക്കി കാര്യങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങളെ അപമാനിക്കുന്നത് കൊണ്ട് ഈ മനുഷ്യന് എന്ത് സംഭവിച്ചു? വെടിയേറ്റ ഭടന്മാരിൽ ഒരുവൻ അദ്ദേഹമാണ്. കാര്യം അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് എന്തോ വൃത്തികേട് സംഭവിച്ചു പോയി, അരുതാത്തൊരു പദം പറഞ്ഞുപോയി, വേണ്ടാത്തൊരു ആശയം പറഞ്ഞുപോയി, പറഞ്ഞ വാചകങ്ങളിൽ എവിടെയോ വളവുണ്ടായിരുന്നു, അല്ലെങ്കിൽ വടിവ് കുറവായിരുന്നു എന്നുള്ളൊക്കെയുള്ള സത്യമായിരിക്കാം. അദ്ദേഹം ആ ബീഡി വലിച്ചതുകൊണ്ടാണ് കൂടിയിരുന്നവർക്കും വെടി ഭയപ്പെടേണ്ടതായി വന്നത്, അല്ലെങ്കിൽ കൂടിയിരുന്നവരുടെ ഇടയിലൂടെ വെടി കടന്നു പോകുവാൻ കാരണം ഇവൻ ബീഡി വലിച്ചതാണ്. എങ്കിലും ആ തെറ്റിനെ മറച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റും സതുദ്ദേശവും വിലക്കെടുത്ത സാധാരണ ലോകത്തോട് നമ്മെ ഒന്ന് ഉപമിച്ച് നോക്കിയാൽ ആത്മീയരായി എത്രയോ പേരുടെ വാചകങ്ങൾ ഞാൻ ആവർത്തിച്ച് പറയാം. ഒരു പക്ഷെങ്കിൽ പറയേണ്ട വടിവിലായിരിക്കയില്ല, ഭംഗിയിലായിരിക്കയിൽ ഉപയോഗിച്ചത്. ചെകഞ്ഞു പെറുക്കി കണ്ടുപിടിച്ച് അനാവശ്യം കൊണ്ടുവന്ന് അവരെ അപമാനിക്കുന്നതിന് പകരമായി അവരെ മാനിക്കുവാൻ, ആ ഡെഡ് ബോഡിക്കെങ്കിലും ഒരു സല്യൂട്ട് കൊടുക്കുവാൻ ദൈവകൃപയിൽ നമുക്ക് ശരണപ്പെടാം. സഹോദരന്മാരിൽ പലരും വന്നുപോയ പിഴവാക്കുകൾ കൊണ്ടും ജീവിതത്തിൻ്റെ ചില അനുഭവങ്ങൾ കൊണ്ടും തിക്താനുഭവങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, മോശമായ ഫലം അനുഭവിക്കുന്നവരുണ്ട്. അവരും ദൈവവുമായി അത് തീർക്കട്ടെ. അവരൊരു തെറ്റ് ചെയ്തു പോയെങ്കിൽ അവരും ദൈവവുമായി തീർക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശത്തിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞ്, അദ്ദേഹത്തിൻ്റെ ഉദ്ദേശത്തിൻ്റെ ഗൗരവമറിഞ്ഞ് തൻ്റെ ഉദ്ദേശത്തിന് വേണ്ടി നിൽക്കുവാൻ നമുക്കും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കപ്പെടാം. ഒരിക്കൽ ഒരു സഹോദരൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു. കേരളത്തിൽ ഒരു പ്രാവശ്യം ഞാൻ ചെല്ലുമ്പോൾ ആ ദൈവപൈതൽ എൻ്റെ അടുക്കൽ ഒന്ന് പറഞ്ഞത്, ദൈവദാസ, ഞാൻ ശക്തമായി ദൈവവചനം ശുശ്രൂഷിക്കുകയും രോഗികൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു. ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിൽ എല്ലാ രോഗിയും സൗഖ്യമായിട്ടില്ല. അതാര് പ്രാർത്ഥിച്ചാലും എല്ലാ രോഗിയും സൗഖ്യമാകത്തില്ല. ലോകത്തിലെ ഏത് ഫേമസ് ഹോസ്പിറ്റലിൽ നിന്നും എല്ലാ രോഗിയും സൗഖ്യമാകാറില്ല. അനേക നീണ്ട വർഷങ്ങൾ മെഡിക്കൽ കോഴ്സുകൾ ഗൗരവമായി ചെയ്തവർ, കേവലം MBBS ഡോക്ടേഴ്സിൻ്റെ കാര്യം മാത്രമല്ല ഞാൻ തൊടുന്നത്, വളരെ ഗൗരവമായി ഡോക്ടറിൻ്റെ ഉപരിപഠനാർത്ഥം അനന്തരം ഉപരിപഠനത്തിന് വീണ്ടും പോയി പഠനത്തിന് മുകളിൽ പഠനമുള്ള അതിശക്തന്മാരായ ഡോക്ടേഴ്സ് ചികിത്സിക്കുന്ന രോഗികളിലും ചിലർ മരിച്ചു പോകും. എല്ലാം ക്ലിയറായി വരത്തില്ല. അത് ലോകത്തിൻ്റെ വിധിയ. അതിനെ ഡോക്ടറെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ കൈപ്പഴയല്ല, അദ്ദേഹത്തിൻ്റെ കഴിവ് കുറവല്ല, അത് സാഹചര്യമാണ്. അങ്ങനെ സംഭവിക്കാം. ഇതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന രോഗികളിൽ ചിലർ സൗഖ്യമാകാതെ പോയെന്ന് വരാം. പിശാചെടുത്ത് പൊക്കിപ്പിടിച്ചുകൊണ്ട് വരും. പക്ഷേ അത് ദൈവം അതൊരു കാര്യമായി എടുക്കുന്നില്ല. ദൈവത്തിന് പറയാനുള്ളത്, ഞാൻ അവനോട് കൽപ്പിച്ചു, അവൻ പോയി പ്രാർത്ഥിച്ചു. പ്രവർത്തിക്കേണ്ടത് ദൈവമാണ്. ആരെ സൗഖ്യമാക്കുമെന്നും ആരെ സൗഖ്യമാക്കുന്നില്ല എന്നും തീരുമാനിക്കുന്നത് ദൈവമാണ്. എല്ലാവരും സൗഖ്യമാകണം എന്ന ആഗ്രഹത്തോടും എല്ലാവരും സൗഖ്യമാകും എന്ന വിശ്വാസത്തോടും കൂടെയാണ് പ്രാർത്ഥിച്ചത്. പക്ഷെങ്കിൽ ചിലത് ദൈവത്തിൻ്റെ ഹിതത്തിനൊത്തവണ്ണം ദൈവം പല കാരണങ്ങളാൽ അതിൻ്റെ വ്യത്യാസങ്ങൾ വരുത്തി. അങ്ങനെയുള്ള സംഭവങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് അനേക സോഷ്യൽ മീഡിയക്കാർ പുറത്തു വന്നു.
അദ്ദേഹം പറഞ്ഞ വാചകങ്ങളാണ്. ക്രിറ്റിസിസം വളരെ അധികമായി ഉയർന്നു. പാസ്റ്ററെ, എന്തുകൊണ്ടോ ഞാൻ മുൻ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോകുവാൻ കഴിയാതെ മനം മടുത്തുപോയി. മനം മടുത്തുപോയ സാഹചര്യത്തിൽ എൻ്റെ പ്രവർത്തനങ്ങൾ ഒരല്പം കുറഞ്ഞു. രോഗികളെ കണ്ടിട്ടും മനഃപൂർവ്വം ഞാൻ പ്രാർത്ഥിക്കാതെ വിട്ടു. പല അനുഭവങ്ങൾ എനിക്ക് തിക്തമായി ഉണ്ടായി. കാലത്തിൻ്റെ പോക്കിൽ പണ്ട് പ്രവചന ശുശ്രൂഷ ചെയ്തിരുന്ന ഞാൻ ഇന്ന് പ്രവചിക്കാറില്ല. അതിനൊരു ധൈര്യം വരുന്നില്ല. പണ്ട് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന ഞാൻ ഇന്ന് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ല. അതിനൊരു ധൈര്യം വരുന്നില്ല. എൻ്റെ ആത്മീക ജീവിതത്തിൽ പുറകോട്ട് പോയി എന്ന് ഗൗരവമേറിയ കുറ്റബോധം എന്നെ മൂടുകയാണ്. എമ്മേ വർഗീസ്, നിങ്ങൾ വരേണ്ടത് ഞാൻ കാത്തിരുന്നു. ദയവായി എനിക്ക് വേണ്ടി ഒന്നുകൂടെ പ്രാർത്ഥിക്കൂ. എനിക്ക് കൃപയിൽ മടങ്ങി വരേണം. നഷ്ടപ്പെട്ടു പോയത് എൻ്റെ ജീവിതത്തിൽ തിരികെ വരേണം. അദ്ദേഹം പെട്ടെന്ന് അപ്രതീക്ഷിതമായി അവിടെ മുട്ടുകുത്തി. ഒരു റോഡ് സൈഡിൽ വെച്ചാണ് ഇത് സംഭവിക്കുന്നത്. അദ്ദേഹം അവിടെ മുട്ടുകുത്തി. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി കൈവച്ച് പ്രാർത്ഥിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. തുടർന്ന് അദ്ദേഹം ശുശ്രൂഷയിൽ മടങ്ങി വന്നു എന്ന് പിന്നത്തേതിൽ കേൾക്കാനിടയായി. മുറിവേറ്റ ഭടന്മാരെ, വാക്കുകൊണ്ട് നിങ്ങളെ ചികിത്സിക്കുവാൻ, വാക്കുകൊണ്ട് നിങ്ങളെ താങ്ങുവാൻ, നിങ്ങളുടെ മുറിവേറ്റ ഭാഗത്ത് മറ്റൊന്നും കഴിവില്ലെങ്കിൽ ദൈവകൃപയുടെ എണ്ണ പൂശുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയാണ് ഈ വാചകങ്ങൾ. 100 ചരിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഞങ്ങൾ കാണുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്ന് അന്വേഷിക്കാൻ ഞങ്ങൾക്ക് കഴിയുകയില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ ക്രിസ്തുവിരോധികൾ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന് വിരോധമായി സംസാരിക്കുന്നവർ പറഞ്ഞു വെച്ചതാകയാൽ മൊത്തം കള്ളമെന്ന് സ്ഥിരമായി എണ്ണിക്കൊണ്ട് ദൈവത്തിനും ദൈവകൃപയ്ക്കും മുൻതൂക്കം കൊടുത്തുകൊണ്ട് നിങ്ങളോട് ചേർന്ന് നിൽക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ ഞങ്ങളും ശരണപ്പെടുന്നു എന്ന് ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. എതിരഭിപ്രായം പറയുന്നവരെ കുറിച്ച് നമുക്ക് ചിലത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ബാംഗ്ലൂർ ചർച്ചിൽ അസാമാന്യമായി പ്രയോജനപ്പെട്ടിരുന്ന പലരെയും വിളിച്ചിട്ടുണ്ട്. സാമാന്യമായി പ്രയോജനപ്പെട്ടവരെയും വിളിച്ചിട്ടുണ്ട്. ബഥേലിൻ്റെ പ്ലാറ്റ്ഫോമിൽ വന്ന് ശുശ്രൂഷിക്കുന്നത് ആത്മീയ ശുശ്രൂഷകൾ ചെയ്തു വരുന്ന ആളുകൾക്ക് എന്നും ഒരു പ്രചോദനമായിട്ടുണ്ട്. അനേകരും എന്നോട് പറയാറുള്ളത് നീണ്ട വർഷങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമാണ് ഇന്ന് ഈ സ്റ്റേജിൽ നിന്ന് വരുവാൻ കർത്താവ് ഇടയാക്കിയത്. കാര്യം അങ്ങനെ ശുശ്രൂഷിച്ചിട്ടുള്ളവരൊക്കെയും വന്നതിനേക്കാൾ അധികം ആത്മബലത്തോടെ അവരവിടുന്ന് പോയി. ദൈവത്തിൻ്റെ വൻ പകർച്ച ഉണ്ടായിരുന്നതിനാൽ കൂടിയിരുന്ന ഞങ്ങളും ദൈവത്തിങ്കിൽ നിന്ന് വലിയത് പ്രാപിച്ചു. ഇരുന്ന ഞങ്ങൾക്കും വന്ന് ശുശ്രൂഷിച്ചവർക്കും ഒരുപോലെ അനുഗ്രഹമായി ദൈവകൃപ പങ്കുവെക്കുവാൻ കർത്താവ് ആ സ്റ്റേജുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഞങ്ങളുടെ സ്റ്റേജുകളിലേക്ക് ഞങ്ങൾ ആളുകളെ വിളിക്കുമ്പോൾ ആളുകളുടെ 2 വശങ്ങളും ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അവർ പ്രയോജനപ്പെട്ടു എന്ന പോസിറ്റീവ് റിപ്പോർട്ട് പറയുന്ന അനേകർ കാണും. അവർ പരാജയപ്പെട്ടവരാണ്, തോറ്റവരാണ് എന്ന് നെഗറ്റീവ് റിപ്പോർട്ട് പറയുന്ന പലരും ഉണ്ടായിരിക്കും. റിവ്യൂകൾ പലതും, പല പ്രൊഡക്റ്റും വാങ്ങിക്കുന്നതിന് മുന്നമേ അതിൻ്റെ റിവ്യൂ ആളുകൾ ശ്രദ്ധിക്കുന്നത് പോലെ ശുശ്രൂഷകന്മാരെക്കുറിച്ചും ശുശ്രൂഷകളെക്കുറിച്ചുമുള്ള റിവ്യൂസ് ഞങ്ങളും ശ്രദ്ധിക്കാറുണ്ട്. അതിനകത്ത് റിവ്യൂ നടത്തുന്ന കൂട്ടത്തിൽ നെഗറ്റീവ് സംസാരിച്ചത് ആരാണ് എന്ന് ഞങ്ങൾ അന്വേഷിക്കാറുണ്ട്. പരിശുദ്ധാത്മാവിന് വിരോധമായി സാധാരണ പറയുന്ന ഒരാളും വ്യക്തിപരമായ ആളുകളുടെ വ്യക്തിപരമായ ദൂഷ്യവശങ്ങൾ കണ്ടുപിടിക്കേണ്ടതിന് വേണ്ടി ഫോണിൽ ആളുകളെ ഇരുത്തി, കാശ് കൊടുത്തായിരിക്കാം, അതോ വേറെന്തെങ്കിലും വാഗ്ദത്തങ്ങൾ കൊണ്ടാണോ അറിഞ്ഞുകൂടാ, ആളുകളെ ഇരുത്തി വ്യാജം പറയിക്കുന്നവരും പരിശുദ്ധാത്മാവിന് വിരോധമായി പ്രവർത്തിക്കുന്നവരുമായ ആളുകളാണ് എന്ന് ഒന്നിലധികം സംഭവങ്ങളിൽ നിന്ന് ബോധ്യപ്പെട്ടാൽ അവരൊരു വ്യക്തിയെ കുറ്റം പറഞ്ഞാൽ അവരെ ദൈവം അംഗീകരിച്ചവരാണെന്നും ആ വ്യക്തി, കുറ്റം പറയപ്പെട്ട വ്യക്തി ദൈവത്താൽ പ്രയോജനപ്പെടുന്നവനാണെന്നും തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി അങ്ങനെയുള്ളവരെ ക്ഷണിക്കുവാൻ കർത്താവ് കൃപ തന്നു. പിന്നെ ഏത് നല്ലവനും വീണു പോകുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ക്രിസ്തുവിനോടുകൂടെ 3.5 വർഷം നടന്നവനായ യൂദാ ഇസ്കരിയോത്താവിന് തെറ്റിപ്പോകാമെങ്കിൽ തെറ്റിപ്പോകാൻ വയ്യാത്ത ആരുമില്ല. കഴിഞ്ഞ ദിവസം എന്നോട് ചിലർ പറയുകയുണ്ടായി, ഇന്നാരും ആത്മമണ്ഡലത്തിൽ വന്നു തെറ്റിപ്പോയി എന്ന് നമുക്ക് തോന്നുന്നു. അല്ല, തെറ്റായ ഉദ്ദേശത്തിന് വേണ്ടി അവർ വന്നു ചേർന്നവരാണ്. ഞാൻ ഇന്ത്യൻ മിലിറ്ററിയിൽ ചില വർഷങ്ങളുണ്ടായിരുന്നു. നമ്മുടെ ആളുകൾ സ്പൈ വർക്ക് ചെയ്യേണ്ടതിന് വേണ്ടി പ്രത്യേകം ട്രെയിനിങ് എടുത്തവരുണ്ട്. അവർ സ്പൈ വർക്ക് ചെയ്യും. ഇസ്രയേലിൻ്റെ ചാരസംഘടന ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമാണെന്ന് പറയുന്നു. അയൽ രാജ്യത്ത് പോയി അയൽ രാജ്യത്തെ പട്ടാള ക്യാമ്പിനകത്തെ ഓഫീസേഴ്സിൻ്റെ ഷൂ പോളിഷ് ചെയ്തും അവർക്ക് ചായ ഇട്ട് കൊടുത്തും അവരുടെ ഡ്രസ്സ് തേച്ചു കൊടുത്തും അവരുടെ ബെയറർ ഡ്യൂട്ടി ചെയ്തവർ പോലും ചാരന്മാരായിരുന്നു,
അവരെ കളിപ്പിക്കേണ്ടതിന് വേണ്ടി, കളിപ്പിച്ച് വിവരങ്ങൾ ചോർത്തേണ്ടതിന് വേണ്ടി പോയവരായിരുന്നു എന്നൊക്കെ പിന്നത്തേതിൽ കേട്ടിട്ടുണ്ട്. നമ്മുടെ ബൈബിൾ സ്കൂളുകളിൽ വന്നു ചേരുന്നവരും സഭകളിൽ ശുശ്രൂഷിപ്പാൻ എഴുന്നേറ്റ് നിൽക്കുന്നവരും അസാമാന്യ കഴിവ് കാണിക്കുന്ന പലരും, ഞാൻ കേട്ടതനുസരിച്ച്, ഞാൻ ഒരൊറ്റ കേസ് പോലും വെരിഫൈ ചെയ്തതല്ല, എന്നാൽ പലതും ന്യായമായി അംഗീകരിക്കുന്നതും വിശ്വസിക്കുന്നതുമാണ്. പോരും വ്യാജമായ വ്യക്തികളാൽ നയിക്കപ്പെട്ടവരും, കുറഞ്ഞപക്ഷം പിശാചിനാൽ നയിക്കപ്പെട്ടവരും, പെന്തക്കോസ്തിനകത്ത് ആത്മീയരുടെ ഇടയിലുള്ള പരാജയവശങ്ങൾ പഠിക്കേണ്ടതിനു വേണ്ടി അവരെ അയച്ചവരും, ഇവിടെ വന്ന് ദാസ്യവൃത്തി ചെയ്തൊക്കെ ജീവിക്കുന്നെന്ന് തോന്നിയാലും ഇല്ല, അവർ വേറൊരു ഓർഗനൈസേഷൻ്റെ പ്രതിനിധികളാകയാൽ ഇവിടെ വന്നത് കാണിച്ചവരുമായ ആളുകളാണെന്നും, അവർ ഇവിടുത്തെ ബൈബിൾ സ്കൂളുകളിൽ പഠിച്ച ശേഷം, ഇവിടുത്തെ സഭകളിൽ ശുശ്രൂഷിച്ച ശേഷം, ഇവിടുത്തെ ദൈവദാസന്മാരുമായി പരിചയപ്പെട്ട ശേഷം, മുമ്പേ പറഞ്ഞതുപോലെ, കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ, ജനലിലൂടെ നോക്കി അവരുടെ കുറവുകൾ കണ്ടുപിടിച്ച്, ജനലുകളിൽ കൊട്ടിത്തുറപ്പിച്ച് കുറവുകൾ കണ്ടുപിടിച്ച് പരസ്യം ചെയ്യാൻ വന്ന വ്യാജന്മാരാണെന്നും, അവരുടെ ഉദ്ദേശം തന്നെ, വരവ് തന്നെ തെറ്റായ ഉദ്ദേശങ്ങളായിരുന്നുവെന്നും ഒക്കെ കേൾക്കുവാനിടയായി. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഡോക്ടർ KP യോഹന്നാൻ അവർകൾ ഒരിക്കൽ എഴുതിയതോ എഴുതിച്ചതോ ആയ ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചു. അദ്ദേഹം ഇന്ന് നിത്യതയിൽ ചേർക്കപ്പെട്ടു, ഈ ഭൂമിയിലില്ല. അദ്ദേഹം പിന്നത്തേതിൽ വിശ്വാസത്തിൽ നിന്ന് ഒത്തിരി മാറിയെങ്കിലും ഒരു കാലത്ത് അദ്ദേഹം നല്ല പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിൽ നിന്നിരുന്ന ഒരാളായിരുന്നു. അദ്ദേഹം ബാംഗ്ലൂർ വന്നിട്ടുണ്ട്, എൻ്റെ വീട് സന്ദർശിച്ചിട്ടുണ്ട്, എൻ്റെ ചർച്ചിൻ്റെ ഹോൾ ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ വന്ന് അദ്ദേഹം ഇരുന്ന് ഞങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ വളരെ ബഹുമാനിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം വരെ എന്നോട് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. മുന്നോട്ട് വരുന്നവരിൽ പലരും സാമ്പത്തിക ഉദ്ദേശത്തിന് വേണ്ടി മാത്രം വരുന്നവരാണ്. ചിലർ നമ്മളെ ഒറ്റുവാൻ വേണ്ടി മാത്രം വരുന്നവരാണ്. ചിലർ നമ്മുടെ നിഷ്കളങ്കത മനസ്സിലാക്കി നമ്മോട് ചേർന്ന് നിൽക്കുമെങ്കിലും ഒരവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നവരാണ്. അവസരം കിട്ടിയാൽ കുത്തുന്നവരാണ്. ഇന്ന് ഡോക്ടർ PG വർഗീസ് എനിക്ക് അയച്ചു തന്ന ഒരു കൊച്ചു കമൻ്റ് ഉണ്ട്. അദ്ദേഹം എൻ്റെ ഒരു കൊച്ചു മെസ്സേജ് വിട്ടിട്ടുണ്ട്. ഞാനതിന് മറുപടി പറഞ്ഞില്ല. ഡോക്ടർ വർഗീസ്, ഞാനതിന് മറുപടി പറയുമെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷത്തോടെ ഞാനതിൻ്റെ മറുപടി പ്രതികരിക്കും. അദ്ദേഹം എഴുതിയിരുന്നത് ഇങ്ങനെയാണ്: പിൻപിൽ നിന്നൊരു കുത്ത് കിട്ടിയാൽ കുത്തിയവനാരെന്ന് തിരിഞ്ഞു നോക്കരുത്. കാരണം കുത്തിൻ്റെ വേദനയേക്കാൾ കൂടുതലായിരിക്കും കുത്തിയവൻ ആരാണെന്ന് മനസ്സിലാകുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന വേദന. ഡോക്ടർ PG വർഗീസിൻ്റെ ഇന്ന് എനിക്ക് അയച്ചു തന്ന ഒരു പോസ്റ്റിൽ നിന്ന്, അദ്ദേഹത്തിനെ പോസ്റ്റ് എവിടുന്നോ കിട്ടിയെന്നാണ് പറഞ്ഞത്. ഇന്ന് എനിക്ക് അദ്ദേഹം അയച്ചു തന്ന ആ പോസ്റ്റിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ പിൻപിൽ നിന്നൊരു കുത്ത് കിട്ടിയാൽ, നിങ്ങൾ ചേർന്ന് നിന്ന ഓർഗനൈസേഷനിൽ നിന്ന് ഒരാൾ നിങ്ങളെ കുത്തിയാൽ തിരിഞ്ഞു നോക്കരുത്. തിരിഞ്ഞു നോക്കിയാൽ നിങ്ങൾ ചാകാനാണെങ്കിൽ ചാകും, ജീവിക്കാനാണെങ്കിൽ ജീവിക്കും. തിരിഞ്ഞു നോക്കിയത് കൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനം ഉണ്ടാകത്തില്ല. കുത്തിന് നല്ല വേദനയുണ്ട്, അതിന് പ്രത്യാഘാതങ്ങളുണ്ട്. പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ അയ്യോ ഇവനാണല്ലോ കുത്തിയത് എന്ന് കണ്ടാൽ നിങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ ദുഃഖമായിരിക്കും. അതുകൊണ്ട് തിരിഞ്ഞു നോക്കാതെ കുത്തുകൊണ്ട് മുൻപോട്ട് ഓടുക എന്ന് അദ്ദേഹം എഴുതിയിരുന്നു. അത് വളരെ അക്യുറേറ്റാണ്. സഹോദരന്മാരെ, നിങ്ങളുടെ സ്വന്തം സംഘടന, നിങ്ങളോട് ചേർന്ന് നിന്ന പലരും നിങ്ങളെ കുത്തിയെന്ന് വരാം. അവിടെ നിൽക്കരുത്, മുന്നോട്ടോടുക. സൗഖ്യമാക്കുന്നവൻ കർത്താവാണ്. ദൈവമാണ് നിങ്ങളെ വിളിച്ചതെങ്കിൽ കർത്താവ് നിങ്ങളെ വീണ്ടും പരിരക്ഷിക്കും. കർത്താവ് നിങ്ങളെ ഇനിയും സംരക്ഷിക്കും. ആത്മലോകത്തിൻ്റെ മുൻപന്തിയിലേക്ക് ഇറങ്ങിയവരിൽ ആരും ബിംബിൽ നിന്ന് കുത്തുകൊള്ളാത്തവരല്ല. ആത്മലോകത്തിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്നവരാരും മുറിവേൽക്കാത്തവരല്ല. ആത്മലോകത്തിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്നവരാരും ത്യാഗം സഹിക്കാത്തവരല്ല, ഭാരം സഹിക്കാത്തവരല്ല. ഇത് സഹിച്ചുകൊണ്ട് ഓടിയ വീരനായ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ തരട്ടെ. നമുക്ക് മുന്നോട്ടോടാം. സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.